മലയാള സിനിമയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലോക എന്ന ചിത്രം, അതായത് ഓണത്തിന് റിലീസായ ആ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ അർദ്ധരാത്രിയൊക്കെ വരുന്ന ഷോയ്ക്കൊക്കെ ഇപ്പോഴും ആളുകൾ കുട്ടികളോടൊപ്പം ഇരുന്ന് കാണുന്നു എന്നുള്ളതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ അത്ഭുതം തോന്നി. എന്തായാലും അതെല്ലാം കൂടി കണക്കുകൾ സൂചിപ്പിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസമാണ് ലോക ഇൻഡസ്ട്രി ഹിറ്റായിട്ട്, മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി ലോക മാറുന്നത് എന്നുള്ളതാണ്. വേഫെയർ പ്രൊഡക്ഷൻസ് ആണ്, ദുൽഖറാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും 2017 തരംഗം എന്ന സിനിമ സംവിധാനം ചെയ്ത ഡൊമിനിക് അരുൺ ഒരു 8 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് വന്ന് ഇൻഡസ്ട്രി മൊത്തത്തിൽ തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഡൊമിനിക് തന്നെ എന്നോടൊപ്പം ചേർന്നുണ്ട്. കൂടെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ചന്തു കൂടി ഉണ്ടാവും, ചന്തു സലീം കുമാർ. നമുക്കിപ്പോൾ ചന്തു ആവട്ടെ, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ വലിയ ഹിസ്റ്ററിക്ക് അതിനുശേഷം ലോകയിലും വന്ന് നിൽക്കുന്നു. രണ്ടുപേരും ചേരുകയാണ് രാവിലെ ന്യൂസ് 18നോടൊപ്പം നമുക്ക് ആഘോഷം പങ്കുവയ്ക്കാം. എന്തായാലും നമസ്കാരം ഡൊമിനിക്, നമസ്കാരം ചന്തു, ന്യൂസ് 18ലേക്ക് സ്വാഗതം. നിങ്ങളൊരു വലിയ കഴിഞ്ഞ കുറച്ച് ഒരു 24 ദിവസമായിട്ട് നിങ്ങളൊരു വലിയ ഒരു ഓറയിലാണ്, ലോകത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ ആദ്യം ഡൊമിനിക്കിലേക്ക് തന്നെ പോകുന്നു. ഡൊമിനിക്, ഒരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം 2017 തരംഗം വരുന്നു. തരംഗം പക്ഷേ തിയേറ്ററുകളിൽ എനിക്ക് തോന്നുന്നില്ല ഒരു വലിയ വിജയമായി മാറിയത്. പക്ഷേ ഒരു 8 വർഷം ഈ കൂലി സിനിമയിൽ പറയൂലേ 30 വർഷം ഓഫ്ലൈൻ ആയിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു 8 വർഷം ഡൊമിനിക്കിനെ പിന്നെ കണ്ടില്ല. പിന്നെ ഒരു 8 വർഷം കഴിഞ്ഞ് വന്നത് ഈ ഒരു ഇൻഡസ്ട്രി തന്നെ മാറ്റിമറിക്കുന്ന തലത്തിലാണ്. ഡൊമിനിക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നതെന്ന് ചോദിക്കുന്നത്, പക്ഷേ ആദ്യം അതിലേക്ക് തന്നെ തുടങ്ങാം. എന്താ തോന്നുന്നത്? അത് ഒരു സുഖമുണ്ട്. കാരണം ഒരു അത്യാവശ്യം വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. അപ്പം സിനിമ പക്ഷെ ഇങ്ങനെ ഒരു റിസപ്ഷനോ ഇങ്ങനെ ഇൻഡസ്ട്രി മാറ്റിമറിക്കുന്നത് അങ്ങനെയൊന്നും അത്രയും നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ നല്ലൊരു സിനിമ ചെയ്തിട്ടുണ്ട്, സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ബാക്കി നമ്മുടെ കയ്യിലല്ലായിരുന്നു. അത് പിന്നെ അത് എന്തോ ഒരു മാജിക് സംഭവിച്ചതാണ്. അല്ലേ, ഇപ്പോഴും വലിയ മോഡസ്റ്റ് ആയിട്ടാണ് മനുഷ്യൻ. നിങ്ങൾ ഇൻഡസ്ട്രിയാണ് തൂക്കിയതെന്നൊക്കെ പറയില്ലേ നമ്മൾ, അതായത് മൊത്തം സിനിമ ഇൻഡസ്ട്രി. നമ്മൾ ഹിറ്റെന്ന് പോലും അല്ല, നമ്മൾ ഈ മലയാള സിനിമ ഇതുവരെ കാണാത്ത ഒരു വലിയ റെക്കോർഡ് തീർക്കുക. പ്രത്യേകിച്ച് ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെയാണ് ഓരോ സിനിമയും സംസാരിക്കുന്നത്. ഓണത്തിന് തന്നെ എൻ്റെ ഓർമ്മയിൽ 4 സിനിമകൾ റിലീസായി. അതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്നത് ലോകയാണ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഗുണം തോന്നിയത് നിങ്ങൾ ഇതുവരെ ഒരു OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എത്രമാത്രം ഒരു ഗുണം തിയേറ്ററുകളിൽ നിന്ന് ചെയ്യുന്നുണ്ട്? അല്ല, അത് അത്യാവശ്യം തിയേറ്ററിൽ നല്ല റെസ്പോൺസ്, നല്ല ക്രൗഡ് വന്നു തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ നമ്മുടെ പ്രൊഡക്ഷനിൽ നിന്ന് തീരുമാനിച്ചിരുന്നു നമ്മൾ ഉടനെ ഒന്ന് OTT റിലീസ്, OTT അങ്ങനത്തെ ഒരു പ്രഖ്യാപനം ഒന്നും നടത്തണ്ട, നമുക്ക് എങ്ങനെ മാക്സിമം തിയേറ്ററിൽ വരട്ടെ എന്നുള്ളൊരു ഡിസിഷൻ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ന്യൂസുകളൊന്നും ഇതുവരെ വരാത്തത്. ഇതുവരെ OTT റിലീസ് ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ചന്തുവിലേക്ക് വരാം. ചന്തു, മഞ്ഞുമൽ ബോയ്സിലൂടെ ചന്തു പോയി രജനീകാന്തിനെ കണ്ടു, കമൽഹാസനെ കണ്ടു. നമ്മുടെ മലയാള സിനിമയിലെ ഒരു തലത്തിലേക്ക് മാറിയ ഒരു സിനിമയും കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. വീണ്ടും ലോകയിലേക്ക് വരുമ്പോഴേക്കും ലോക വീണ്ടും ഒരു പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് പോകുന്നു. നാഗശ്വിനൊക്കെ സംസാരിക്കുന്നു, ആലിയ ഭട്ട് സംസാരിക്കുന്നു. ചന്തു വീണ്ടും ഈ സംസ്ഥാനം കടന്ന് വീണ്ടും പോവാണ്. അതുകൊണ്ട് ചന്തുവിന് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കില്ലല്ലേ? അല്ല, ഇതൊരു പുതിയ എക്സ്പീരിയൻസേ അല്ല. അല്ല, പ്രത്യേകിച്ച് തെലുങ്കിലൊക്കെ പോയിട്ടേ അവിടെ പോയി തകർക്കുന്നത് കണ്ടു. അവിടെ ഓഡിയൻസിൻ്റെ ഇടയിൽ സംസാരിക്കുക, അവിടുത്തെ സ്റ്റേജ് തന്നെ കയ്യിലെടുക്കുന്നത് കണ്ടു. ഞാൻ അതുകൊണ്ട് കൂടിയാണ് എടുത്ത് ചോദിക്കുന്നത്. ഇല്ല, അത് എവിടെ പോയാലും സംസാരിക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് സംസാരിച്ചു പോകുന്ന അവസ്ഥകൾ കൊണ്ട് സംസാരിക്കുന്നതാണ്. ഭാഗ്യ നടനായിട്ട് തോന്നുന്നുണ്ടോ ചന്തു? ഭാഗ്യ നടനായിട്ട് ഞാൻ ഉണ്ടെങ്കിൽ ഒരു പടം 200 കോടിക്ക് മുകളിൽ പോകും എന്നുള്ളൊരു ഭാഗ്യം. അതിപ്പോ ഞാൻ പറഞ്ഞില്ല, അടുത്ത പടം പൊട്ടുമ്പോ എന്നെ കളിയാക്കാനല്ലേ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. രാവിലെ നമ്മളൊരു നല്ല രാവിലെ ആയിട്ട് നമ്മൾ അങ്ങനെയൊന്നും പറയാതിരിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഡൊമിനിക്ക്, നമ്മൾ ഈ പടത്തിലേക്ക് വരുമ്പോഴേ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സിനിമ ഒട്ടാകെ തന്നെ, സൗത്ത് ഇന്ത്യൻ അല്ല ഇന്ത്യൻ സിനിമ ഒട്ടാകെ തന്നെ ഇപ്പോൾ മലയാളത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലാലേട്ടന് കിട്ടിയത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം എന്നുള്ളത്. എനിക്ക് അതിൽ രണ്ടുപേരുടെയും അഭിപ്രായം വേണമെന്നുള്ളതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം എന്നുള്ളത് മലയാളത്തിൽ തന്നെ ഒരു നടൻ ആദ്യമായിട്ട് ലഭിക്കുന്ന ഒരു പുരസ്കാരം കൂടിയാണ്. നിങ്ങൾ ബ്രേക്ക് ചെയ്തത് ഒരു ലാലേട്ടൻ സിനിമയുടെ റെക്കോർഡും കൂടിയാണ്. അപ്പോൾ രണ്ടും കൂടി ഇന്റർ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വരുമ്പോഴേക്കും എന്താണ് ഒരു സിനിമാ പ്രവർത്തകൻ എന്ന രീതിയിൽ നിങ്ങളുടെ റെസ്പോൺസ്? എനിക്ക് പേഴ്സണലി എന്താണ് ഈ ബോക്സ് ഓഫീസ് കളക്ഷൻ മൈൽ സ്റ്റോണുകൾ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് അതിന്റെ ഒരു എക്കണോമിക്സ് ഇതുവരെ കാര്യമായിട്ട് മനസ്സിലായിട്ടുമില്ല. ഞാൻ പറയാം, ഞാൻ ഇന്നലെ എന്റെ ഒരു സുഹൃത്തുക്കളടുത്ത് ചോദിച്ചോളൂ, എടാ എന്താണ് ഇൻഡസ്ട്രി ഏറ്റവും ഹയസ്റ്റ് ഗ്രോസർ നമ്മളെ വ്യത്യാസം എന്താണെന്ന് ഞാൻ ഇന്നലെ ചോദിച്ചോളാം. ഞാൻ അതിൽ അത്ര ബോധേഡല്ല. ഞാൻ ഓണസ്റ്റ്ലി പറയാൻ അത്ര ബോധേഡല്ല. കാരണം
ഈ ഒരു ഇനീഷ്യൽ നമ്മൾ പടം ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ കോസ്റ്റ് റിക്കവർ എന്നുള്ളൊരു ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. കാരണം നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡ്യൂസർ പൈസ സ്പെൻഡ് ചെയ്ത പ്രൊഡ്യൂസർക്ക് എങ്ങനെ വന്നാലും ഒരു സേഫ് ആയിരിക്കണം എന്നുള്ളൊരു ഇതാണല്ലോ നമുക്ക് ഇനീഷ്യലി ഉണ്ടാവുക. അത് തന്നെ വന്നപ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആയി. പിന്നെ എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഓഡിയൻസിന്റെ റെസ്പോൺസും അവരുടെ ഫീഡ്ബാക്കും, സിനിമ റിപ്പീറ്റ് കാണുന്ന ആൾക്കാർ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് അതിനെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത്, അതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഹാപ്പിനെസ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് സാധനത്തിൽ ഞാൻ അത്ര ബോധേഡല്ല. അതുകൊണ്ട് തന്നെ ഏത് സിനിമയെ തോപ്പിക്കുന്നു അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ ഇതില് ഞാനിതിനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ലാലേട്ടൻ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി മോസ്റ്റ് ഡിസേർവിംഗ് പേഴ്സൺ ആണ്. നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ള ഏറ്റവും മലയാളത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ സ്റ്റാർസിൽ ഒരാളാണ്. അപ്പം ഡെഫിനറ്റ്ലി ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. വളരെ ലേറ്റ് ആയി പോയെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇത് തന്നെയാണ് പല ഫാൻസും പറയുന്നത്, വളരെ ലേറ്റ് ആയി പോയി എന്നുള്ളത്. ചന്തുവിന് അഭിപ്രായം ഉണ്ടോ ചന്തു? ലാലേട്ടന് ഫാൽക്കെ അവാർഡ് കിട്ടാൻ ലേറ്റ് ആയി, വൈകി എന്നുള്ളത്? ഇല്ല, കറക്റ്റ് സമയത്തായിട്ട്. കറക്റ്റ് ഇന്നലത്തെ ദിവസം, ഇന്നലെ വൈകുന്നേരം തന്നെ കിട്ടേണ്ടതായിരുന്നു. അതെ, ഇന്നലെ ആയിരുന്നു കിട്ടേണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് ചന്തു അധികം സംസാരിക്കില്ലെന്ന് തോന്നുന്നു, രാവിലെ ആയതുകൊണ്ടാണ്. കാരണം എനിക്ക് തോന്നുന്നു പല അഭിമുഖങ്ങളിലും ഡോമിനേറ്റ് ചെയ്യുന്നത് നിൽക്കുന്നത് ചന്തുവാണ്. ഞാൻ കുറച്ചുകൂടെ ചന്തു സംസാരിക്കുന്നത്. അതെ, രാവിലെ ആയതുകൊണ്ടാണ്. എന്തായാലും ചന്തു ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഥാപാത്രം എനിക്ക് തോന്നുന്നു ആദ്യം ഇതിന്റെ ഒരു തിരക്കഥയിലെ പ്ലാനിൽ ചന്തു ഉണ്ടായിരുന്നില്ല. പിന്നീട് ചന്തു വന്നതാണ്, എൻ്റെ കഥാപാത്രങ്ങളൊക്കെ മറിഞ്ഞതാണ്. ചന്തുവിൻ്റെ ഒരു സംസാരിക്കപ്പെടുന്നത് ഹ്യൂമറാണ്. പ്രത്യേകിച്ച് സംഭാഷണങ്ങൾ തിയേറ്ററുകളിൽ വർക്കാവുന്നു, ചന്തുവിൻ്റെ എക്സ്പ്രഷൻസ് തിയേറ്ററുകളിൽ വർക്കാവുന്നു, പലയിടത്തും ആ ഒരു പോർഷൻ വർക്കാവുന്നു എന്നുള്ളതാണ്. അച്ഛൻ്റെ ഒരു കോമഡി ലെഗസി ചന്തുവിനും ഒരു പിന്തുടരാൻ സാധിക്കുന്നു എന്നുള്ള കമൻസുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആ സലീം കുമാർ എന്ന ഫാക്ടർ ഞാൻ മാറ്റി നിർത്തുകയാണ്. ഞാനൊരു വ്യക്തി, ഒരു ആക്ടർ എന്ന രീതിയിൽ ഈ കോമൻസ് എത്രമാത്രം നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ചന്തു ഇപ്പോൾ ഇതിനു മുമ്പ് വേറൊരു സിനിമയിൽ വില്ലനായിട്ടും അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഹ്യൂമർ റോളുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു വേഴ്സ്റ്റാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് കൂടിയാണോ, അതോ ഹ്യൂമറിലേക്ക് മാത്രം കൈകടത്താമെന്നുള്ളതാണോ? അങ്ങനെ വരുന്ന റോളുകൾ ചെയ്യാന്നുള്ളതല്ല. ഞാനത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ പടത്തില് വില്ലൻ, അതുകൊണ്ട് ഈ പടത്തില് ഹ്യൂമർ ചെയ്യാം അങ്ങനെ ഒന്നല്ല. വരുന്ന റോളുകൾ എന്താണോ അത് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നൊന്നുമല്ല. വന്ന് പെടുന്നതാണ്, നമ്മളത് ചെയ്യുന്നേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. ഞാൻ സെലക്ട് ചെയ്യുന്നൊന്നുമല്ല. ഡൊമിനിക്ക്, എത്ര നിർമ്മാതാക്കളുടെ ഫോൺ കോൾ വന്നു നമുക്ക് അടുത്ത പടം ഒരുമിച്ച് ചെയ്യാം എന്നുള്ള കോളുകൾ എത്ര എണ്ണം എത്തിയിട്ടുണ്ടാവും? കുറച്ച് അങ്ങനെ അടുത്ത പടം എന്നല്ല, എന്നെ മോസ്റ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യാനും അങ്ങനെ റിഗാർഡ്സ് ഒക്കെ തരാൻ വേണ്ടിയാണ് കുറെ കോളുകൾ വന്നിട്ടുള്ളത്. അങ്ങനെ വലിയ കോളുകളൊന്നും വേറെ വന്നിട്ടില്ല. ഓക്കെ ചന്തു, ഈ മലയാള സിനിമ ഇപ്പോൾ പണ്ട് നമ്മൾ ദിവസങ്ങളുടെ കണക്കുകളൊക്കെ വെച്ചാണ് നോക്കിയിരുന്നെങ്കിൽ ഇന്ന് സംസാരിക്കുന്നത് ബോക്സ് ഓഫീസ് നമ്പറുകളാണല്ലോ. അതായത് ഇത്ര കോടി കളക്ട് ചെയ്യണം, ഇത്ര ക്ലബ്ബ് 150 കോടി 200 കോടി. അപ്പം ചന്തു ആണെങ്കിൽ ഇപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഏറ്റവും അധികം തരംഗം ഉണ്ടാക്കിയ സിനിമ, ഇത്തവണ ലോകയും അതുപോലെ സംസാരിക്കുന്നു. ഈ ബോക്സ് ഓഫീസ് നമ്പറുകളിൽ സിനിമ സംസാരിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് നല്ലതാണോ? നമ്മൾ ഇൻഡസ്ട്രിയെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണോ? ഇൻഡസ്ട്രി ഗുണം ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൊക്കെ കൂടുതൽ പ്രൊഡ്യൂസർക്കായിരിക്കും ഗുണം ചെയ്യുന്നത്. ഇൻഡസ്ട്രി നല്ല സിനിമകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇപ്പൊ ഒരു വൈഡ് റീച്ച് ആയിരിക്കും കൂടുതൽ ഇൻഡസ്ട്രി ഗുണം ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര വലിയ നമ്പേഴ്സ് അല്ലാതെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുമ്പളങ്ങി നൈറ്റ്സ് ഭയങ്കര വലിയ നമ്പേഴ്സ് കളക്ട് ചെയ്ത പടമല്ല, പക്ഷെ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയിട്ടുണ്ട് ആ സിനിമയ്ക്ക്. അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ സെയിം റീച്ച് തന്നെ ലഭിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ആ റീച്ച് ആയിരിക്കും കുറച്ചുകൂടെ കൂടുതൽ ഗുണം ചെയ്യുന്നത്. കാരണം ഇനിയും ചിത്രങ്ങള് അവിടെ സ്വീകരിക്കപ്പെടുകയും അങ്ങനെ ആ ഒരു റീച്ച് ആയിരിക്കുള്ളൂ. ഇപ്പൊ നമ്മളെ ലോകയ്ക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു റീച്ച് ഓഡിയൻസിനിടയിൽ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഈ നമ്പേഴ്സ് അല്ലാതെ ആളുകളിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഇതെല്ലാരും കാണണം. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാര്യമുള്ളൂ. അല്ലാതെ ഒരുപാട് കളക്ഷൻ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, മനസ്സിലായി. ഇപ്പം ഡൊമിനിക്ക്, ഇപ്പോൾ ഈ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഇറങ്ങി കഴിഞ്ഞിട്ടേ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾക്ക് എനിക്ക് തോന്നിയൊരു വലിയ റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ OTT പോലും ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് ഇതൊരു വളരെ എക്സ്പെരിമെൻ്റൽ ആയിട്ടൊരു സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാധാരണയായി എല്ലാവരും ചെയ്യുന്നത്, ഞാനൊരു കൗതുകം കൊണ്ട് ചോദിക്കുന്നത് കേട്ടോ, സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ OTT ഡീൽ അങ്ങ് ഫിക്സ് ചെയ്യുക. കാരണം എങ്ങാനും തിയേറ്ററിൽ ഇത് വർക്കായില്ലെങ്കിൽ ഒന്ന് സേഫാക്കി ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ അതും കടന്ന് നിങ്ങളുടെ പ്രോഡക്റ്റിൽ വളരെയധികം വിശ്വസിച്ച് തിയേറ്ററുകളിലേക്ക് ഇറക്കി
ഉണ്ടാക്കി, അതിനുള്ള സമ്മാനം പ്രേക്ഷകർ തരികയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഇപ്പോൾ ഇതൊക്കെ ഇരുന്ന് കൃത്യമായിട്ട് ഡൈസെക്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും, കാരണം സിനിമ വിജയിച്ച് കഴിഞ്ഞു. സിനിമ വിജയിക്കുന്നതിന് തിയേറ്ററിന് വരുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ മാനസികാവസ്ഥയാണ് എനിക്ക് അറിയേണ്ടത്. കാരണം അങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെ ചിലപ്പോൾ ഇത് വർക്കാവോ ഇല്ലയോ എന്നുള്ള സംശയം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നല്ല പ്രോഡക്റ്റ് ചെയ്യുന്ന വിശ്വാസം ഉണ്ടായിരിക്കാം. പക്ഷേ എങ്ങനെയായിരിക്കും ഇത് വന്ന് തീരുക എന്നുള്ളൊരു, അല്ലെങ്കിൽ എവിടെയാണ് ലാൻഡ് ചെയ്യുക എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതിന് നിങ്ങൾ പ്രേരിപ്പിച്ച ധൈര്യം എന്താണ്? അതല്ല, അത് എന്റെ മാത്രം ധൈര്യമല്ല, അത് പ്രൊഡ്യൂസറുടെ ധൈര്യമാണ്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും ഇപ്പം പിന്നെ ഇതൊരു മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ഉള്ള ഒരു ഫ്രാഞ്ചൈസ് പോലത്തെ ഇതായതുകൊണ്ട് എടുത്തു ചാടി ഒരു OTT ഡീലിലേക്ക് പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രൊഡക്ഷൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തായിരുന്നു. അപ്പൊ അവര് പയ്യെ ആലോചിച്ച് തീരുമാനിച്ച് നോക്കാം എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പം പടം എന്തായാലും നമ്മള് ഇപ്പൊ എനിക്ക് തലേദിവസം എന്റെ പ്രൊഡ്യൂസർ എൻ്റെ പറഞ്ഞ അതിൽ പുള്ളി എനിക്ക് തന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര രൂപ വരെ ലോസ് വന്നാലും നമുക്ക് പ്രശ്നമില്ല, അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻ വേണ്ട, നമുക്ക് നല്ലൊരു സിനിമ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഇറക്കാം, ബാക്കി നമുക്ക് നോക്കാം എന്നുള്ളതാണ് എനിക്ക് തലേദിവസം പ്രൊഡ്യൂസർ പറഞ്ഞത്. അപ്പൊ ഞാൻ ആ ഒരു ഫീലിംഗിലാണ് എന്റെ ഒരു സ്ട്രെസ് ഭയങ്കരമായിട്ട് കുറഞ്ഞത് ഈ റിലീസിന്റെ തലേദിവസം. അപ്പൊ അത് ക്രെഡിറ്റ് മൊത്തം ഞാൻ പ്രൊഡക്ഷന് കൊടുക്കും, അത് ഹാൻഡിൽ ചെയ്ത് തന്നെ. അത് മുഴുവൻ ക്രെഡിറ്റ് ദുൽഖറിന് കൊടുക്കുകയാണ്. കാരണം ഇപ്പം എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് ബഡ്ജറ്റ് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, ഞാൻ കേട്ടുകേൾവി മാത്രമാണ് 30 കോടി എന്നുള്ളത്. ഞാൻ നിങ്ങൾ പറയാത്ത, നിങ്ങൾ ഒഫീഷ്യലി കൺഫേം ചെയ്യാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും ആ ഒരു റേഞ്ച് ബഡ്ജറ്റിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, ഈ കഥയെ വിശ്വസിച്ചുകൊണ്ട് ദുൽഖർ മുന്നോട്ട് വരുന്നത് കൊണ്ട് തന്നെ പല ക്രെഡിറ്റും ദുൽഖറിലേക്കും സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ ഹാപ്പിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും അത് ഇല്ലെങ്കിൽ ഞാനിത് നേരത്തെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ മൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പല പ്രൊഡക്ഷൻ എടുത്ത് പോയിട്ടുണ്ട്. ആരും നമ്മളെ അങ്ങനെ റിജക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർക്കൊരു 50-50യിലാണ്. ഇത് കൊള്ളാം, പക്ഷെ എന്നാലും ഇതൊരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്, ഒരു ഫീമെയിൽ സ്റ്റാർ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതിനെ ഈ ബഡ്ജറ്റിൽ എങ്ങനെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു ബാക്കി പ്രൊഡക്ഷൻ. DQ എഴുതി ചെല്ലുമ്പോഴത്തേക്കും DQ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ എന്താണ് നമ്മുടെ വിഷൻ എന്നുള്ളത് നമ്മൾ DQ ആയിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോ ഏകദേശം അതേ വിഷൻ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിഷൻ DQ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, DQ-വും വൈഫെയറും ഇല്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ലോക സംഭവിക്കില്ലായിരുന്നായിരിക്കും. അപ്പം അതുകൊണ്ട് എന്ത് ക്രെഡിറ്റ് വന്നാലും അത് കംപ്ലീറ്റ്ലി ഡിസേർവ് ചെയ്യാമെന്നാണ് ഞാൻ പറയുക. ചന്തു, ഞാനൊരു ഒരിടത്ത് ചന്തു പറയുന്നത് കേട്ടാണ്, ഉറങ്ങാതെ കേട്ട കഥയാണ് ലോക എന്നുള്ളത് പറഞ്ഞു. അതെന്താ ഈ ഉറങ്ങാതെ കേട്ട ഒരു കഥ, എന്താണ് സംഭവം? ഇല്ല, അത് ഉറങ്ങാതിരുന്നത് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വന്ന് ഞാൻ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്നെ വിളിച്ചിട്ട് കഥ കേൾക്കണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പോയി കേട്ട കഥ, അതാ പറഞ്ഞത്. ഉറങ്ങാതെ കേട്ട കഥയാണ്. പിന്നെ ഇപ്പോൾ ചന്തുവിനായിക്കോട്ടെ, ഇപ്പം ഇൻസ്റ്റാഗ്രാം റീലുകളൊക്കെ വന്ന ചന്തുവാണ് ട്രെൻഡിങ്. ഇപ്പോൾ ഞാൻ പറയുന്നത് സിനിമ റീൽസ് അല്ല, അതായത് ഓഫ് സ്ക്രീൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പം മറ്റേ ഉദയനാണ് താരത്തിൻ്റെ ക്ലൈമാക്സ് സീൻ റീക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് വിദ്യകൾ ചന്തു എപ്പോഴും സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഇടാറുണ്ട്. ഇതൊക്കെ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണോ എന്നുള്ള പല കമൻസ് വരുന്നുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്, കൈ കിട്ടുമ്പോൾ അതിൽ ചോദിക്കാൻ പറ്റും. ബോധപൂർവമാണ്, എല്ലാരും ചെയ്യുന്നെല്ലാം ബോധപൂർവമാണ്. കാരണം അത് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാവുമ്പോ ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറയുന്നതാണോ അത് നമ്മൾ സ്വയമേ അങ്ങനെ ചെയ്യുന്നതാണ്? പ്രൊഡക്ഷൻ വരുന്നില്ല, നമ്മളും ബഡ്ഡിങ് ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. പ്രൊഡക്ഷനെ സഹായിക്കണല്ലോ നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ. അല്ല, പക്ഷെ എന്നാലും ഒരു കൗതുകമുണ്ട് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്, ഈ സലീം കുമാറിന്റെ മകൻ എന്ന ടാഗ് ലൈൻ നമ്മളെ സിനിമ കിട്ടാൻ വേണ്ടിയിട്ട് ഗുണം ചെയ്യാറുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. പിന്നെ സാധാരണ നേരെ തിരിച്ചാണ് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ കഠിനാധ്വാനം, നമ്മുടെ പരിശ്രമം എന്നുള്ളതും കൊണ്ട് നമുക്ക് സിനിമകൾ കിട്ടുള്ളൂ. അങ്ങനെ അത്ര കഠിനാധ്വാനം ചെയ്യണ ആളല്ല, കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ടോ, ഞാൻ ആ ഉത്തരം ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം അങ്ങനെ ഒരു ലേബല് ചിലപ്പോൾ ബാധിതാവുന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ അതും ബ്രേക്ക് ചെയ്തു, അത് കുഴപ്പമൊന്നുമില്ല. ഡൊമിനിക്, പക്ഷേ നമുക്കിനി കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ പടം എല്ലാവരും ചോദിക്കുന്നത് ചാപ്റ്റർ 2 ടൊവിനോ ലീഡ് ചെയ്യും എന്നുള്ളത് ദുൽഖർ തന്നെ ആ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞതുകൊണ്ട്, പിന്നെ അതൊരു സർപ്രൈസ് അല്ലാത്തതുകൊണ്ടാണ് ഞാനത് തുറന്നു പറയുന്നത്. അപ്പോൾ ദുൽഖർ ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നു, ചാത്തന്മാർ വരുമെന്ന് പറഞ്ഞ് പടം അവസാനിക്കുന്നിടത്ത് ഒരു ഹൈ മൊമെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ. അപ്പോൾ പലരും പറഞ്ഞു വെച്ചേക്കുന്നത് ഇപ്പോഴും എനിക്ക് എന്താണെന്നുള്ളത് കുറച്ച് അഭിമുഖങ്ങൾ കേട്ട് കുറച്ച് വ്യക്തതയുണ്ട്. പക്ഷെ എന്നാൽ പോലും പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നു, പലരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്
ഇതിൻ്റെ 2ാം ചാപ്റ്റർ 3ാം ചാപ്റ്ററൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അതൊക്കെ ഇനി ഒന്ന് പുറത്ത് പതിയെ ഇറക്കി വിട്ടാൽ മതി എന്നുള്ളൊരു പല ധാരണകളുണ്ട്. അതൊന്ന് ബ്രേക്ക് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് ഞാൻ ഈ ചോദിക്കുകയാണ്, എന്താണ് നിലവിലത്തെ ചാപ്റ്റർ 2ൻ്റെ അവസ്ഥ? സ്ക്രിപ്റ്റിംഗ് എങ്ങനെ പോകുന്നു? എങ്ങനെയാണ് കാര്യങ്ങൾ? ചാപ്റ്റർ 2ന്റെ കഥ മാത്രമേ ആയിട്ടുള്ളൂ. സ്ക്രിപ്റ്റിംഗ് സ്ക്രീൻ പ്ലേയിലെ എഴുത്ത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഒന്നും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടില്ല ഇതുവരെ. അല്ല, ഇത് കാണാറുണ്ടോ നിങ്ങൾ? ഞാൻ ചുമ്മാ അടിച്ചു വിടുന്നതല്ല കേട്ടോ. ചാപ്റ്റർ 2 ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതായിട്ടാണ് നിങ്ങളുടെ കയ്യിൽ സാധനം ഉണ്ടെന്നാണ് പല കമന്റ്സും വരുന്നത്. ഞാൻ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചേ ഉള്ളൂ. ഷൂട്ടിന്റെ കാര്യങ്ങളൊന്നും ശരിയതില്ല. അത് ആ സ്ക്രീൻ പ്ലേ എഴുത്തൊന്ന് വ്യക്തമായിട്ട് ഒന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അങ്ങനത്തെ തീരുമാനങ്ങളിലേക്ക് പോകുന്നുള്ളൂ. അപ്പം എഴുത്തിന്റെ പരിപാടികൾ ഇപ്പൊ ഈ അടുത്ത മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു അപ്ഡേറ്റ്. അല്ല, പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തോരം പ്രഷർ ആയിരിക്കും അല്ലേ? കാരണം ഞാൻ വെറുതെ ഒന്ന് ആലോചിക്കുമ്പോഴേ, ഇപ്പം ഞാൻ ഡൊമിനിക്കിൻ്റെ ഷൂസിൽ നിന്നൊന്ന് ആലോചിക്കുകയാണ്. ഇപ്പം ഞാനൊരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് നിൽക്കുന്നു, എന്നിൽ മേൽ എല്ലാവരും പ്രതീക്ഷ വയ്ക്കുന്നു എന്നുള്ളൊരു സംഭവം. അത് റിയാലിറ്റിയാണ്, അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഇത് എത്രമാത്രം വലിയ ബാധ്യതയാണ്. ഇപ്പോൾ ലോക ചാപ്റ്റർ 1 റിലീസ് വരുന്നത് പോലെ അല്ലല്ലോ ചാപ്റ്റർ 2. ചാപ്റ്റർ 1 വരുമ്പോൾ പലർക്കും യാതൊരു പ്രതീക്ഷയില്ല. ഓണത്തിന് വരുന്നൊരു സിനിമ, അത്രയും മാത്രമേ പലരും കണ്ടിട്ട് പോലും ഉള്ളൂ. പക്ഷേ നിങ്ങൾ ചാപ്റ്റർ 2 വരുമ്പോഴേക്കും ഉണ്ടാകുന്ന പ്രതീക്ഷകൾ വാനോളം കഴിഞ്ഞ് മേളിലോട്ട് പോകും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവരെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതോ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഒന്നും വേണ്ട, ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ കൺസീവ് ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണോ ലൈൻ? ഇതൊരു വളരെ നാരോ ലൈനാണല്ലോ. ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുക എന്നാൽ നമ്മുടെ കഥ, നമ്മുടെ ലോകവും ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അങ്ങനെ ഒത്തിരി ചിന്തിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. ഞാൻ എനിക്കൊരു ഒരു എനർജി ഉണ്ട്, ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. കാരണം അടുത്തതിന്റെ എഴുത്തിലേക്ക് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ സിനിമ ചാപ്റ്റർ 1 ഇറങ്ങിയതിന് ശേഷമുള്ള കുറെ ഡിസ്കഷൻസും കുറെ ഫാൻ തിയറിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്നുണ്ട്. കാരണം നമ്മള് ഇത് കിട്ടുമോ, വർക്ക് ആകുമോ എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഭയങ്കര ആൾക്കാർ ഒരുപാട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും, ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് ചെയ്യുന്ന കാണുമ്പോൾ ഓക്കെ, നമ്മുടെ ഓഡിയൻസ് നമ്മളെക്കാൾ ഒരുപാട് സ്മാർട്ടറാണ് എന്നുള്ളൊരു ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ അവരെ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അവര് നമ്മളെക്കാളും സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഇനിയും കുറച്ച് നല്ല എന്താണ് എഴുത്തിനൊക്കെ എനിക്ക് കുറച്ചും കൂടെ അത് ഒരു എക്സൈറ്റ്മെന്റ് തരുന്നുണ്ട് ഇനി മുമ്പോട്ടുള്ള ഒരു പോക്കിൽ. അപ്പം ഞാൻ അങ്ങനെ എന്താണ് ഇനി ചെയ്ത് ഇവരെ തൃപ്തിപ്പെടുത്തുക അങ്ങനെ ഒരു ചിന്തയിലോട്ട് പോവാതെ ഈ വേൾഡിനകത്ത് നിന്നുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഇപ്പം. അപ്പൊ ബേസിക്കലി ഞാനപ്പോ പയ്യെ പോയി നോക്കാം എന്ന് വിചാരിച്ചതാണ്. അല്ല ഡൊമിനിക്ക്, ചന്തുവിനെ കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ കേട്ടത് വേറൊരു രീതിയിലുള്ള കാസ്റ്റിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നീട്. അല്ല, ചന്തു ചേട്ടല്ലേ ഞാൻ ചോദിക്കുന്നത്, ആദ്യം വിചാരിച്ചൊരു കാസ്റ്റിംഗ് ആയിരുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഈ പുതിയ കാസ്റ്റിംഗിലേക്ക് എത്തിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഡേറ്റ് ക്ലാഷസ്, ആർട്ടിസ്റ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണോ അതോ? വേറൊരു ആക്ടർ ആയിരുന്നു ആദ്യം ചന്തുവിന് പകരം. പിന്നീട് അതിൽ ഡേറ്റ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് തുടങ്ങാൻ ഏകദേശം ഒരാഴ്ച മുന്നെയാണ് ഞാൻ ചന്തുവിനെ വിളിക്കുന്നതും ചന്തുവിന്റെ ഒരു കഥ പറയുന്നതും. അല്ല, വേറെ അതിനകത്ത് വലിയ ഇതൊന്നും ഇല്ലാണ്ട് ഡേറ്റ്സ് ഇങ്ങനെ ഇഷ്യൂ വന്നപ്പോഴാണ് പിന്നെ നമുക്കുണ്ടായിരുന്ന ഓപ്ഷൻ ചന്തു ആയിരുന്നു. ചന്തുവിന്റെ അടുത്ത് വിളിച്ച് കഥ പറഞ്ഞു, ചന്തുവിന് കഥ ഇഷ്ടപ്പെട്ടു, ചന്തു അപ്പൊ തന്നെ കമ്മിറ്റ് ചെയ്തു. അങ്ങനെയാണ് ചന്തു ഓൺ ബോർഡ് വരുന്നത്. ചന്തു, ഇപ്പൊ സിനിമാ ലോകം, ഇപ്പൊ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വലിയ ചോദ്യമായിട്ടൊന്നുമല്ല, പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഭാഗമാകുന്ന 2 സിനിമകൾ ഇതുപോലെ സംസാരിക്കപ്പെടുക, മറ്റ് സംസ്ഥാനങ്ങളിലും പോകാൻ സാധിക്കുക, അവിടെ പോയി രജനിയും കമലിനെയും ഒക്കെ മീറ്റ് ചെയ്യാൻ സാധിക്കുക, അവരെ പോലുള്ള ലെജൻഡറി ആക്ടേഴ്സിനെ മീറ്റ് ചെയ്യാൻ സാധിക്കുക. ഈ സിനിമ വഴി നമുക്ക് കിട്ടുന്ന പല ബോണസുകളുണ്ടല്ലോ, ഈ അഭിനയത്തെക്കാളുപരി ഇതുപോലുള്ള പല ബോണസുകളും കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പം നാഗശ്വിൻ ഉൾപ്പെടെ അവരെ പോയി മീറ്റ് ചെയ്യാൻ സാധിക്കുക, പല ഇൻഡസ്ട്രികളിലും പോയി സംസാരിക്കാൻ സാധിക്കുക. ആരോടെങ്കിലും ചാൻസ് ഒക്കെ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ടോ മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ പോയിട്ട്? തുടങ്ങി ചെല്ലുന്നോടത്തൊക്കെ ചോദിക്കുന്നുണ്ട്. ചിലര് ഇങ്ങോട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ചാൻസ്. നമ്മളെ പടത്തില് മലയാളത്തിൽ മാത്രം നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്, തമിഴും തെലുങ്കും കന്നഡയൊക്കെ പോവാ ചെയ്യാന്നുള്ളത്. എല്ലായിടത്തും പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് വരാം. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചാ, ചാൻസ് ചോദിക്കുന്നുണ്ടോ? അത് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, അതോ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ കിട്ടട്ടെ എന്നുള്ളതാണോ? ഇല്ല, വിളിക്കുമ്പോ അതില് നമ്മള് പോയിട്ട് ഡെയിലി പോയി നാഗേഷിന്റെ വീടിന്റെ മുമ്പിൽ പോയിട്ട് സാറെന്നെ കലിക്കിയിലെടുക്കണം സാർ എന്ന് പറഞ്ഞ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, അവിടെ ചെല്ലുമ്പോ അവര് സംസാരിക്കുമ്പോ നമ്മള് പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ചോദിക്കുന്നുണ്ട്, അങ്ങനെ കോളുകൾ വരുന്നുണ്ട്, നമ്മൾ പോകുന്നുണ്ട്, പോയി അവരെ മീറ്റ് ചെയ്യുന്നുണ്ട്.
ചിലർ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, നമ്മൾ പോകുന്നുണ്ട്, ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നു. അത് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കായിരിക്കും, അറിയില്ല. സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ ഒരു 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 ഭാഗ്യ നടൻ എന്നുള്ള ഒരു തലക്കെട്ടുണ്ട് കേട്ടോ. ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല, അങ്ങനെ ഒരു സാധനം ഉണ്ട്. പേടിക്കണ്ട, അടുത്ത പടം ഹിറ്റാവും. വെറുതെ ഇനി അടുത്ത പടം പൊട്ടുമെന്നൊന്നും പറയല്ലേ. അടുത്ത പടം ഹിറ്റ്. അതല്ല, പൊട്ടും നമ്മൾ ആഗ്രഹിക്കില്ലല്ലോ. അതെ അതെ. അല്ല, അടുത്ത സിനിമ വലിയ എനിക്ക് ചെറിയ പടം ചെയ്യാൻ പറ്റുള്ളത്. അതും ഉണ്ടായിരുന്നു ഒരു കാര്യം. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. ഡൊമിനിക്, ഇപ്പം നമ്മളെ ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നിങ്ങളുടെ ഈ സെൻസർ സർട്ടിഫിക്കറ്റ് പുറത്തു വന്ന സമയത്ത് ഈ ലീക്കായി പോയ ചില പേരുകളുണ്ട്. അതായത് നിങ്ങൾ വളരെ സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്ന ചില പേരുകൾ. അതായത് അത് എനിക്കിപ്പോൾ പറയാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയാവോ? പെർമിഷൻ ചോദിച്ചോട്ടെ, പറയട്ടെ? പറയാമല്ലോ. ഇപ്പോൾ സണ്ണി വെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദുൽഖറിൻ്റെ ക്യാമിയോ ആയിക്കോട്ടെ, ടൊവിനോ ആയിക്കോട്ടെ, നിങ്ങൾ ഇതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റേഴ്സ് ഒക്കെ വിട്ടതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്താ പോലും ഇതൊക്കെ വന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത്, റിലീസിന് മുൻപ് ഈ പേരുകൾ ലീക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തിയേറ്ററിനുള്ളിൽ പ്രേക്ഷകരുടെ ഒരു വൗ ഫാക്ടർ കുറയ്ക്കാനൊരു കാരണമായോ? അങ്ങനെയെങ്കിൽ നിങ്ങളിത് പ്രതീക്ഷിച്ചതാണോ, ഇങ്ങനെ ഒരു കാസ്റ്റ് പുറത്ത് വിടും അല്ലെങ്കിൽ പുറത്ത് വരും അപ്രതീക്ഷിതമായിട്ടെന്നെങ്കിലും? അതെ, എത്ര നമ്മൾ ഹൈഡ് ചെയ്ത് നോക്കിയാലും എന്തായാലും റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എന്തായാലും പുറത്ത് വരുമല്ലോ. അപ്പൊ എനിക്കത് അങ്ങനെ ഒരു ഭയങ്കര പേടിയോ ടെൻഷനോ ഒന്നും ഇല്ലായിരുന്നു. ഇത് എന്തായാലും പുറത്ത് വരും, അത് എങ്ങനെയൊക്കെ പോയാൽ ലീക്ക് ആവും എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഇവര് എന്നുള്ളത് അറിയുമ്പോഴാണല്ലോ ഇതിനകത്തൊരു ഫൺ അല്ലെങ്കിൽ ഇതിനകത്തൊരു എക്സൈറ്റ്മെന്റ് ഓഡിയൻസ്. അത് പുറത്ത് പോകാത്തോളം കാലം എനിക്ക് ഓക്കെ ആയിരുന്നു. എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമായിട്ട് തോന്നില്ല. ഇതിനു മുമ്പ് ഈവൻ വേറെ കല്യാണിയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളതും ചില ന്യൂസും ഇതൊക്കെ ലീക്ക് ആയിരുന്നു. ഇപ്പം വേറെ ഏതോ ഒരു ഇതിലൂടെയൊക്കെ ലീക്ക് ആയിരുന്നു. പക്ഷെ എന്നാലും വാമ്പയർ ആണെന്ന് പറഞ്ഞാണ് അപ്പൊ ലീക്ക് ആയത്. പക്ഷെ അതും എനിക്ക് അത്ര വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം എന്താണ് സംഭവം എന്ന് അറിയുമ്പോൾ ഓഡിയൻസിന് ഒരു ഓവ് കിട്ടുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. അപ്പം ലീക്കായതിൽ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ആസിഫ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞു. ആസിഫ് അലി ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, വിളിച്ചാൽ പോകുന്നുള്ളത്. അതുകൊണ്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്നുകൊണ്ട് ഞാനും കൂടെ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും? പുള്ളി അങ്ങോട്ട് ചോദിച്ചാട്ടോ, കേട്ട് കാണുമല്ലോ ഉറപ്പായിട്ടും. മിറാഷിന്റെ ഒരു പ്രസ് മീറ്റ് വെച്ചിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, അങ്ങനെ പല ക്യാമിയോസും വരുമെന്നുള്ള. കാരണം ഇപ്പോൾ ചാപ്റ്റർ 1 തന്നെ നിങ്ങൾ നിരത്തി ഒരു ക്യാമിയോ, അതെന്തോ തിയേറ്റർ എന്താ ഹൈ ആയിരുന്നു അറിയട്ടോ എനിക്ക്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ് ഈ പുറത്തുവിട്ട ക്യാമിയോസ് അല്ലാണ്ട് ഒരു നിരയായിട്ട് നിങ്ങളൊരു സീക്വൻസ് മുഴുവൻ, എനിക്ക് ആ ഐഡിയ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് സാധാരണ അങ്ങനെ ഇതുവരെ ഒരു പടത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ നിരത്തി ഒറ്റ സ്ട്രെച്ചിൽ ഇത്രയും ക്യാമിയോസ് ബിൽഡ് ചെയ്യുക. കാരണം ആദ്യം ഞെട്ടും പിന്നെ താഴും, ആദ്യം ഞെട്ടും പിന്നെ താഴും, ഇങ്ങനെ ഞെട്ടി 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 ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ്. ആ പ്ലാനിങ് എങ്ങനെയായിരുന്നു ഇങ്ങനെ ആർട്ടിസ്റ്റുകളെ നിരനിരയായി കൊണ്ടുവരാന്നുള്ളത്? അത് സ്ക്രിപ്റ്റിൽ 1-2 ക്യാരക്ടേഴ്സിനെ നമ്മൾ റിവീൽ ചെയ്തതായിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഷൂട്ട് കാരണം അതൊരു ന്യൂസ് ബിറ്റ് പോകുന്ന സമയത്ത് ഇത് പല സ്ഥലത്തിരുന്ന് പല ആൾക്കാർ കാണുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം അത് ഇനീഷ്യലി നമ്മൾ 2 ആർട്ടിസ്റ്റിനെ മാത്രം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എഡിറ്റിന്റെ സമയത്ത് നമ്മുടെ എഡിറ്റർ ചമനാണ് സജസ്റ്റ് ചെയ്ത്, വേണമെങ്കിൽ നമുക്ക് ഇവിടെ 2-3 ക്യാരക്ടേഴ്സിനെ കൂടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം നമുക്ക് ഈ വേൾഡ് എക്സ്പാൻഡ് ആവുകയാണെന്നുള്ള ഒരു ഫീലിംഗും കൂടെ കൊടുക്കാൻ പറ്റും. ചമന്റെ സജഷനിലാണ് നമ്മൾ ആക്ച്വലി അത് പിന്നീട് നമ്മൾ അഡീഷണൽ ഷൂട്ട് ചെയ്തതാണ്. ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ ആർട്ടിസ്റ്റിനെ നമ്മൾ പിന്നീട് സംസാരിച്ച് അവരെ വിളിച്ചത് പിന്നീട് ഷൂട്ട് ചെയ്തതാണ്. അപ്പം അങ്ങനെയാണ് ആ സീക്വൻസിന്റെ അത് ഒരു ഓർഗാനിക് ആയിട്ട് സംഭവിച്ച ഒരു പ്രോഗ്രഷൻ ആയിരുന്നു അതിന്റെ. അല്ല, ആസിഫിന്റെ മറുപടി പറഞ്ഞില്ല. അല്ല, അതിപ്പോ നമുക്ക് ആരൊക്കെ വന്നാലും നമ്മൾ ഹാപ്പിയാണ്. അതുകൊണ്ട് അങ്ങനെ എഴുത്തില് അങ്ങനെ എന്തൊരു ഉറപ്പായിട്ട് നമ്മൾ ആസിഫിനെ വിളിക്കുമല്ലോ. അല്ല, ഓക്കെ. പക്ഷെ മമ്മൂക്ക എന്ന് പറയുന്നൊരു വലിയ ഫാക്ടറും കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ മൂത്തോനായിട്ട് മമ്മൂക്ക വരുന്നതായിട്ട് നിങ്ങൾ ഒഫീഷ്യലി പോസ്റ്റർ ഇട്ടപ്പോഴേക്കും നമ്മൾ ആ ഒറ്റ ഡയലോഗ് മാത്രമേ കേട്ടിട്ടുള്ളൂ. അവിടെ നിന്ന് തന്നെ ക്രാക്ക് ചെയ്ത കുറേ ഓഡിയൻസും കൂടി ഉണ്ട്. പക്ഷെ അല്ലാതെ മൂത്തോനിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് അധികം സ്പോയിലർ ഒന്നും ഇടാതെ ഞാൻ ചുമ്മാ എനിക്കൊന്ന് ഒരു എക്സ്ക്ലൂസീവ് കിട്ടാൻ വേണ്ടി ചോദിച്ചു. ഞാൻ ഈ ഉത്തരം തന്നെ പ്രതീക്ഷിച്ചു, പക്ഷെ എന്നാൽ പോലും എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു ചോദിച്ചു. ചന്തു എന്തെങ്കിലും പറയാൻ പറ. ചന്തുവിന് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊരു എക്സ്ക്ലൂസീവ്, എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, ഞാൻ എന്തിനാ വെറുതെ ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസ് നശിപ്പിക്കുന്നത്? എക്സ്പീരിയൻസ് നശിപ്പിക്കാത്ത രീതിയിൽ ഇപ്പൊ ഡൊമിനിക് പറഞ്ഞില്ലേ, ഇപ്പൊ സണ്ണി വെയിനും ടൊവിനോ ഒക്കെ ഉണ്ടതായിട്ട് പുറത്ത് വന്നെങ്കിൽ പോലും അതിനകത്ത് എന്താണ് എന്നുള്ളൊരു സംഭവം അറിയില്ല എന്നുള്ള രീതിയിൽ പോലെ, അങ്ങനെ രസം കൊല്ലി അല്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം. മമ്മൂക്കയാണ് മൂത്തോൻ എന്നുള്ളത് അത് പുറത്ത് വന്നില്ലേ? അതെ, അത് വന്നു. അല്ലാതെ എക്സ്ക്ലൂസീവ് ആയിട്ട് അതേ കൂടെ എന്ത് പറയാൻ പറ്റുന്നത്? കഥയൊന്നും വേണ്ട.
അതാ ഡൊമിനിക്, അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഇൻഡസ്ട്രി കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ പോസ്റ്റർ പുറത്തുവിട്ടതിന് പിന്നാലെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ദിവസവും കൂടിയായിട്ട് ഇന്നലെ മാറി. അപ്പോൾ ഇപ്പം ഞാനിതൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തു എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇതൊരു ജൈജാൻറ്റിക് സക്സസ് ആണല്ലോ. ഇപ്പം നമ്മളൊരു സാധാരണ നമ്മുടെ സിനിമ ഹിറ്റായി എന്നതിനേക്കാൾ ഉപരി ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആവുക എന്ന് പറയുന്നൊരു വലിയ ബാരിയറാണ്, വലിയ മൈൽ സ്റ്റോൺ ആണ്. പ്രത്യേകിച്ച് എല്ലാവരും പറയുന്നൊരു കാര്യം, ഇതൊരു സെൻട്രിക് ആയി, ഒരു ഫീമെയിൽ സെൻട്രിക് സ്റ്റോറി, നിങ്ങളൊരു ഫീമെയിലിനെ സെൻട്രിക് സ്റ്റോറി ആയിട്ട് കൊണ്ടുവന്ന് മലയാളി പ്രേക്ഷകർ സ്വീകരിക്കുക എന്നൊരു കാര്യം. പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ഇപ്പോൾ പലതായിട്ട് വന്നൊരു ചോദ്യമുണ്ട്, ഇങ്ങനെ ആണുങ്ങൾ ലീഡ് ചെയ്താൽ മാത്രമേ സിനിമ ഹിറ്റാവുകയുള്ളൂ എന്നൊരു അങ്ങനെ ഒരു ടിപ്പിക്കൽ സംഭവമേ നിങ്ങൾ മാറ്റിക്കൊണ്ടാണ് നിങ്ങൾ ഈ സിനിമയുമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. അതിനുണ്ടാകുന്ന റിസ്ക് ഫാക്ടേഴ്സ് വേറെയും ഉണ്ടാകും. പക്ഷേ എന്നാൽ പോലും കണ്ടന്റ് ഡ്രിവൺ ആണെങ്കിൽ മലയാളികൾ സ്വീകരിക്കുമെന്നതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിൾ കൂടിയല്ലേ ലോക? അതെ അതെ, ഡെഫിനറ്റ്ലി. എനിക്ക് തോന്നുന്നു നമ്മളങ്ങനെ സൂപ്പർ സ്റ്റാർ പടങ്ങൾ മാത്രം വിജയിപ്പിക്കുന്ന ഒരു പ്രേക്ഷകരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ നല്ല കണ്ടന്റ് വന്നപ്പോൾ എപ്പോഴും നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ, നമ്മളതിനെ എൻകറേജ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ DQനും നമുക്കുള്ള കോൺഫിഡൻസും അത് തന്നെയായിരുന്നു. നമ്മളൊരു നല്ല സിനിമയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഡസൻ മാറ്റർ ഇതിന്റെ സാർകാസ്റ്റോ അല്ലെങ്കിൽ അതൊന്നും മാറ്റർ ചെയ്യില്ല. നമ്മുടെ ഓഡിയൻസ് സ്വീകരിക്കേണ്ടതാണെങ്കിൽ അവർ സ്വീകരിക്കും, അവർക്ക് ഇഷ്ടപ്പെട്ട അവർ സ്വീകരിക്കും. അപ്പൊ ഡെഫിനറ്റ്ലി എനിക്ക് നമ്മുടെ ഓഡിയൻസിന്റെ ഇതില് അങ്ങനത്തെ ഡൗട്ടുകളൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ ഈ പോസ്റ്റർ വന്നതിന് ശേഷം ദുൽഖറുമായിട്ട് സംസാരിച്ചിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ദുൽഖറിന്റെ ഒരു ഞാൻ പറയട്ടെ, ദുൽഖറിന് ഇത്രയും പറഞ്ഞു രണ്ടുപേരുമായിട്ട് ദുൽഖറിന് ഇത്രയും ഹാപ്പി ആയിട്ട് മലയാളികൾ അങ്ങനെ കണ്ടിട്ടില്ല. എന്തൊരു എക്സൈറ്റ്മെന്റ് പുള്ളി തെലുങ്കിൽ പോയി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓരോ പ്രസ് മീറ്റ് തമിഴിൽ പോയി സംസാരിക്കുമ്പോഴായിക്കോട്ടെ, നിങ്ങളുടെ ടീമിനെ പറ്റി സംസാരിക്കുമ്പോഴായിക്കോട്ടെ, ഒരു പ്രൗഡ് പ്രൊഡ്യൂസർ എന്നുള്ള രീതി. അത് പൈസ തിരിച്ചു കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടാക്കി വെച്ചേക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നതിൽ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് എനിക്ക് ഷോക്കേസ് ചെയ്യാൻ, എൻ്റെ ബാനറിന് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന, ഇന്ത്യൻ സിനിമയെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസറിൻ്റെ ചിരി ഉണ്ടായിരുന്നു ആ മുഖത്ത്. നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസ് എന്താണ്, ലൈക്ക് ഏറ്റവും ലാസ്റ്റ് വരെ? ഏറ്റവും ലാസ്റ്റ് കോൺവെർസേഷൻ കൺഗ്രാജുലേഷൻസ് ആയിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, DQന്റെ സിനിമകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ അല്ലല്ലോ. അത് തന്നെയാണ് പുള്ളിയുടെ ഒരു ഇത്. അതായത് പുള്ളിക്ക് നല്ല സിനിമകൾ ചെയ്യണമെന്നും നല്ലൊരു ഒരു എന്താ, ഈ പുള്ളിയുടെ പ്രൊഡക്ഷൻ ഹൗസ് പുള്ളിയുടെ സിനിമകൾ മാത്രം ചെയ്യുന്നതായിട്ട് ഒതുങ്ങി കൂടാതെ ബാക്കി നല്ല കഥകൾ ഐഡന്റിഫൈ ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളൊരു ഇതുകൊണ്ട്, അത് ബേസിക്കലി സിനിമയോടുള്ള ഒരു സ്നേഹവും പാഷനും കൊണ്ടാണ്. അല്ലാതെ ഒരു മണി മൈൻഡഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് മാത്രമല്ല പ്രൊഡക്ഷനെ കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു സിനിമ വന്നപ്പോഴത്തേക്കും പുള്ളി അതിനെ ബാക്ക് ചെയ്തതിന് പുള്ളിക്ക് ഇപ്പൊ കിട്ടുന്ന ക്രെഡിറ്റ് ഒന്നും പുള്ളി കിട്ടിയാൽ പോരാ. പുള്ളി അത് ഡിസേർവിംഗ് ആണ്, ടോട്ടലി ഡിസേർവിംഗ് ആണ് അത് ഈ ക്രെഡിറ്റിന്. അപ്പം DQ ഭയങ്കര ഹാപ്പിയാണ്. അല്ലാന്ന് അത് നിങ്ങൾ കാണുന്ന പോലെ ഞാനും കണ്ടതാണ്. എക്സ്ട്രീംലി ഹാപ്പിയാണ്. DQ മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ഷനിലുള്ള ജോം എന്ന് പറയുന്ന പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ഫുൾ ക്രൂ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ ആക്ടേഴ്സും ഹാപ്പിയാണ്. മൊത്തത്തിൽ ഞങ്ങളൊരു ഭയങ്കര ഹാപ്പി ഗ്രൂപ്പാണ് ഇപ്പോൾ. അല്ല, നിങ്ങൾ ഇപ്പോൾ ചന്തു ഇപ്പോൾ തിയേറ്ററിൽ പോയിട്ടേ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സിനിമയിൽ കാണുന്നൊരു സംഭവമാണല്ലോ, തിയേറ്ററിൽ പോയിട്ട് നേരിട്ട് പ്രേക്ഷകരുടെ റെസ്പോൺസ് കാണുക എന്നുള്ളത്. നിങ്ങൾ ദുബായിൽ പോയിട്ട് അവിടെ പോയി ആഘോഷിക്കുന്നു, ഇവിടെ വന്നിട്ട് തിയേറ്റേഴ്സിനുള്ളിൽ ആഘോഷിക്കുന്നു. നമ്മളിപ്പോൾ മീഡിയയുടെ ഉള്ളിൽ കാണുന്നതല്ലാതെ നമ്മൾ സാധാരണ പ്രേക്ഷകർക്കിടയിൽ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും അവിടെ നിന്ന് കിട്ടിയ ഏറ്റവും ഒരു മെമ്മറബിൾ കമൻറ്റ് ലോക സിനിമയായിട്ട് ബന്ധപ്പെട്ട് കേട്ടോ, ഈ സിനിമയിൽ നിങ്ങൾ തിയേറ്ററിൽ പോയതിനു ശേഷം ഒരു നേരിട്ട് കേട്ടൊരു അപ്രീസിയേഷനോ അല്ലെങ്കിൽ വിമർശനമോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല, അങ്ങനെ ഓർത്തെടുക്കാനായിട്ട് തന്നെ ഒരുപാടുണ്ടല്ലോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാര് മൾട്ടിപ്പിൾ ടൈംസ് വാച്ച് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഒരു 8 തവണ കണ്ട ആളെ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. അപ്പൊ അയാളോടൊക്കെ ഭയങ്കരമായിട്ടുള്ള അല്ല, അത് തള്ളല്ല കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് 6 വട്ടം കണ്ടിട്ടുണ്ട്. അവൻ സ്റ്റേറ്റസ് ഇട്ടിട്ടുണ്ട്, ഞാനിത് 6ാമത്തെ വട്ടം. ഞാൻ ചോദിച്ചത് എന്താടാ 6 വട്ടമൊക്കെ കാണാൻ നിനക്ക് എന്തോ പറ്റിയെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അത് തള്ളല്ല, സംഭവം ഉള്ളതാ. ഇല്ല, അത് തന്നെ ആയിരിക്കും. ഒരുപാട് ആൾക്കാർ നമ്മൾ തോന്നുന്നപ്പോ ഒരാളല്ലല്ലോ, ഒരുപാട് ആളുകൾ നമ്മൾ തോന്നുന്നുണ്ട് ഞാൻ ഇത്ര തവണ കണ്ടു, ഞാൻ എത്ര തവണ കണ്ടു എന്ന് പറയുമ്പോ ഭയങ്കര, അത് നമ്മൾ ചെയ്യുന്നത് ഇവര് പിന്നെയും കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. അത് ഭയങ്കരമായിട്ടൊരു ഹൈ തരുന്ന ഒരു കാര്യമാണത്. അല്ല നമ്മുടെ ക്യാരക്ടറിനെ പറ്റി അങ്ങനെ വന്ന് സംസാരിച്ചു. അതെ, നമ്മളെ എന്നെയും കാണണമല്ലോ തിയേറ്ററിൽ. എന്നെ കണ്ടിരുന്നാലല്ലേ എനിക്ക് 8 തവണ കാണാൻ പറ്റുള്ളൂ. എന്നെ 8 തവണ എനിക്ക് തന്നെ കാണാൻ പറ്റില്ല. അപ്പൊ വേറെ പുറത്തുനിന്നുള്ള ഒരാള് 8 തവണ ഞാൻ ചെയ്യുന്നത്, എന്റെ അഭിപ്രായങ്ങൾ അതും ഇതൊക്കെ കാണുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നു, നമ്മുടെ അടുത്തൊന്ന് ഇഷ്ടപ്പെട്ടു, അതാണ് ഭയങ്കര അഭിപ്രായങ്ങൾ പറയുന്നു. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടിരിക്കുന്ന നല്ല കമന്റുകളുടെ ഇതായിട്ട്. അങ്ങനെ മോശം അങ്ങനെ അധികം കേട്ടിട്ടില്ല. അതുകൊണ്ട് മോശം അഭിപ്രായങ്ങൾ ഞാനും കേട്ടൊന്നുമില്ല. അത് ഉള്ളതുപോലെ പറഞ്ഞല്ലോ.
ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളങ്ങനെ അത് അധികം കേൾക്കാറില്ല. അതാ. അതുകൊണ്ട് കുഴപ്പമില്ല. അത് വേറൊരു ഫാക്ടർ. പക്ഷേ ഈ സിനിമ ഒരു വളരെ സർപ്രൈസ് ആയിട്ട് വന്ന് ഓണത്തിന് റിലീസായത് 4 സിനിമകളോടൊപ്പം റിലീസാകുന്നു. ആ സിനിമ പിന്നീട് ഇന്ന് എത്തി നിൽക്കുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്നതാണ്. ഇവർക്ക് മാത്രമല്ല, എനിക്ക് സന്തോഷം നൽകുന്ന ഒരു മലയാള സിനിമ ഇൻഡസ്ട്രീനൊരു ഒരു വലിയ വൈഡനാവുകയാണ്. നമ്മുടെ ബൗണ്ടറീസ് വൈഡനാവുന്നു. നമ്മൾ പല ആളുകളെയും മീറ്റ് ചെയ്യാൻ പറ്റുന്നു, പല കൊളാബറേഷൻസിന് വേണ്ടി സംസാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടാണ് ഇപ്പോൾ മിറയുടെ പ്രസ് മീറ്റിൻ്റെ സമയത്ത് എല്ലാ ഹനുമാനും മറ്റേ മിന്നൽ മുരളിയും ലോകയും എല്ലാവരും കൂടെ ചേർന്നൊരു യൂണിവേഴ്സ് ഒക്കെ ബിൽഡ് ചെയ്യണമെന്ന് തേജ് സജയൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞ മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നും ഇങ്ങനെ അപ്രീസിയേഷൻസ്, അങ്ങനെ ഒരു വേൾഡ് ബിൽഡിംഗ് ഇന്ത്യ ഒട്ടാകെ തന്നെ മാറുക എന്നൊക്കെ പറയുമ്പോൾ ഡൊമിനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോ? എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് താ. ഞാൻ തൽക്കാലം നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ റൂട്ട്സ്, നമ്മുടെ ഫോക്ലോർ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഇത് മാത്രമേ ഇപ്പൊ ചിന്തിച്ചിട്ടുള്ളൂ. വേറെ വലിയ വലിയ ചിന്തകളിലേക്ക് ഇപ്പം പോയിട്ടില്ല. അപ്പൊ നിലവിൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. നമ്മളെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്ത് അങ്ങോട്ട് പോവാ. അങ്ങനെ അപ്പൊ നിലവിൽ ഇങ്ങനെ നിൽക്കാൻ തന്നെയാണോ പ്ലാൻ? ഇവിടുത്തെ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ പുറത്തുനിന്നൊന്നും വരില്ല? അയ്യോ, ഞാൻ എന്തൊക്കെ കഥ കേട്ടെന്നറിയോ? അവിടെ സൂര്യ വരും, വിക്രം വരും, അവിടെ നിന്ന് ഹിന്ദിന്ന് ആരെങ്കിലും ഒക്കെ വരും. അങ്ങനത്തെ ഡിസ്കഷൻ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. സംഭവിക്കാൻ സാധ്യതയുണ്ട്. അറിഞ്ഞൂടാ, ഇത് എഴുത്തിന്റെ പോക്ക് പോലെ ഇരിക്കും ബാക്കി കാര്യം. ഓക്കെ, എന്തായാലും താങ്ക് യു ചന്തു, താങ്ക് യു ഡൊമിനിക്. എനിക്ക് തോന്നുന്നു ചന്തു രാവിലെ എഴുന്നേറ്റ് പാവം ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ ചന്തു സംസാരിക്കാന്ന് ചോദിച്ചു. പക്ഷെ ചന്തു വളരെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സമയത്ത് എഴുന്നേറ്റ് ഇന്റർവ്യൂ എടുക്കുന്നത്. അതും നമ്മുടെ ന്യൂസ് 18-നൊപ്പം നിൽക്കുന്നു എന്നുള്ളത്. പക്ഷേ എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് വൈകുന്നേരം പോസ്റ്റർ വരുന്നു, തൊട്ടടുത്ത ദിവസം രാവിലെ എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും ഇൻ്റർവ്യൂ ചെയ്യാൻ കിട്ടുന്നു, എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്ന സ്റ്റേജിൽ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. ചന്തു അടുത്ത പടം ഗംഭീര ഹിറ്റാവും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രതീക്ഷയുണ്ട്. ആൻഡ് ഐ ഹോപ്പ് യു സാറ്റിസ്ഫൈ ഓഡിയൻസ്. വലിയ ഭാരം നിൽക്കുകയാണ്, എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്നാൽ പോലും വേഗം ചാപ്റ്റർ 2 ഇറക്കി വിട് എന്നുള്ള ആ ഒരു കമൻസിലേക്ക് എത്രയും പെട്ടെന്നേക്ക് അത് എത്തട്ടെ എന്നുള്ളതും കൂടി. അതുകൊണ്ട് വൺ ലാസ്റ്റ് നോട്ടിൽ പ്രേക്ഷകരോട്, സംവിധായകൻ എന്ന രീതിയിൽ, ഇപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് നിൽക്കുന്ന സംവിധായകൻ എന്ന രീതിയിൽ, ഡൊമിനിക് അരുൺ 2.0 വേർഷൻ ആണോ ഇനി വരാൻ പോകുന്നത്? എല്ലാവരുടെയും 2.0 വേർഷൻ. ചന്തുവിന് ഒരു 3.0 ആയിരിക്കും കേട്ടോ അല്ലേ? നമ്മള് മഞ്ഞുമലും ഞാൻ 2.0. ഞാനും 2.0 മതി. എന്തായാലും താങ്ക് യു സോ മച്ച് ഡൊമിനിക്, താങ്ക് യു സോ മച്ച് ചന്തു. എന്തായാലും രാവിലെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. എന്തായാലും നിങ്ങളെ കൊണ്ടുവന്നു. എന്തായാലും ലോക വലിയ വിജയം ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി 2ാം ചാപ്റ്ററും അതിനേക്കാൾ വലിയ വിജയത്തിലേക്ക് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് ഇൻഡസ്ട്രിക്ക് ഒട്ടാകെ തന്നെ ഗുണമായി മാറട്ടെ എന്നുള്ളതാണ്. താങ്ക് യു ചന്തു, താങ്ക് യു ഡൊമിനിക്. രാവിലെ എത്തിയതിൽ പ്രേക്ഷകരോട് സംസാരിച്ചത് താങ്ക് യു സോ മച്ച്. അങ്ങനെ ഈ സംവിധായകൻ ഡൊമിനിക് അരുൺ, ചന്തു സലീംകുമാർ എന്നിവരാണ് വന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ എക്സ്ക്ലൂസീവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചകഞ്ഞു നോക്കിയിട്ട് പക്ഷേ ഒന്നും പിടി തരുന്നില്ല. ഞാൻ സൂര്യ എടുത്ത് നോക്കി, വിക്രമിനെ എടുത്ത് നോക്കി, പല കാര്യങ്ങൾ ചോദിച്ചു നോക്കി, പക്ഷേ ഒന്നും അങ്ങോട്ട് പിടി തരുന്നില്ല. പക്ഷേ വലിയ സന്തോഷം, വലിയ അഭിമാനം ഉണ്ടാക്കുന്നൊരു നിമിഷം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതല്ലേ. കാരണം ഇൻഡസ്ട്രിയുടെ ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യുക, ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യുക, അതായത് ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട താരങ്ങളെല്ലാവരും കൂടെ മലയാള സിനിമയെ ഉറ്റുനോക്കുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറ്റുക, നമ്മുടെ പല കൊളാബറേഷൻസും വരിക എന്ന് പറയുന്നത് തന്നെ ഒരു കാലത്ത് മലയാളത്തിന് വലിയ ബഡ്ജറ്റുകൾ സിനിമകൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ എല്ലാ രീതിയിലും ബൗണ്ടറികൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സിനിമാ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ഇന്ത്യൻ സിനിമ എന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ഒരു മലയാള സിനിമ, നമ്മുടെ ഒരു കുഞ്ഞു സിനിമ ഇവിടെ തന്നെ തരംഗമാകുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 30 കോടി രൂപയ്ക്കാണ് സിനിമയുടെ ബഡ്ജറ്റ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. തെലുങ്കിലും തമിഴിലും ഒക്കെ തന്നെ 30 കോടി രൂപയ്ക്കൊക്കെ അവർ പാട്ടുകൾ റിലീസ് ചെയ്യും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു തെലുങ്ക് സിനിമ 5 പാട്ടുകൾ ചെയ്ത് 75 കോടി രൂപയ്ക്കാണ് 5 പാട്ടുകൾ അവർ ചെയ്തത്. അവിടെ കൊണ്ടാണ് 30 കോടി രൂപയ്ക്ക് നമ്മളൊരു സിനിമ ചെയ്ത് വെച്ച്, ഇത്രയും ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടൊരു സിനിമ ചെയ്ത് വെച്ച് ഇന്ത്യൻ സിനിമ ഒട്ടാകെ തന്നെ ഉറ്റുനോക്കുന്ന രീതിയിലേക്ക് മാറ്റിയത് എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സംവിധായകൻ ഡൊമിനിക് അരുണ് അഭിമാനിക്കാം, നമുക്ക് കൈയടിക്കുകയും ചെയ്യാം. കൈയടികളെല്ലാം തിയേറ്ററുകളിൽ തന്നെ ഉയർന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ലോക ചാപ്റ്റർ 1 ചന്ദ്രയ്ക്ക് വേണ്ടി ചാപ്റ്റർ 2 അതിഗംഭീരമായി മാറട്ടെ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്, അധികം വൈകാതെ തന്നെ. എന്തായാലും പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് സംവിധായകൻ ഡൊമിനിക് അരുണിനെയും ചന്തു സലീംകുമാറിനെയുമാണ്. നമ്മൾ